അതായത് കൊല്ലത്തിലെ 12 പ്രാവശ്യം കിട്ടുന്ന സുന്നത്താണ് മാസം കാണാന്നുള്ള സുന്നത്ത്. അതെ. ആ സുന്നത്തിന് സൂമു റുയത്തിഹി എന്നൊക്കെ പറയുമ്പോൾ തന്നെ മാസം കാണുക എന്നുള്ള അല്ലാഹ് റസൂലിന്റെ കൽപ്പന ആയതുകൊണ്ട് അത് സുന്നത്താണ്. കാണാന്നുള്ളത് കാണാൻ വേണ്ടി നോക്കലും സുന്നത്താണ്. കണ്ടാലും കണ്ടില്ലെങ്കിലും നോക്കലും സുന്നത്താണ്. ആ സുന്നത്തിനെ ഒരു 3 മാസത്തിലേക്ക് മാത്രമായി ഒതുക്കണമെങ്കിൽ അതിന് പ്രത്യേകം തന്നെ എന്ത് വേണം? തെളിവ്. ആ തെളിവ് 3 മാസത്തേക്ക് മാത്രം ആ സുന്നത്ത്, ബാക്കിയുള്ള മാസം കലണ്ടറിൽ ഒക്കെ സുന്നത്ത് എന്ന് പറഞ്ഞാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. ആ തെളിവില്ലാത്തടത്തോളം കാലം ഒരിക്കലും തന്നെ ഇതൊരു വസതീയ. അപ്പോൾ മൂപ്പര് പറയേണ്ടത് 12 മാസം സുന്നത്തെടുക്കാനുള്ള ആ ഒരു കാര്യമാണ് കേനമ്മ ഇല്ലാണ്ടാക്കിയത്. ഈ 3 മാസത്തിൽ ഒതുക്കിയിട്ട് 12 മാസം എടുക്കാൻ പറ്റിയ സുന്നത്തിനെ നശിപ്പിച്ച് കളഞ്ഞു. ചങ്ങായി ഒരു ഹരണ്ടാ നമുക്ക് മൂപ്പരുണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തടുത്ത് കയറി ഓരോന്ന് പറയുക, എന്നിട്ട് വയറ് പള്ളർച്ച് വാങ്ങി തിരിച്ചു പോകാന്ന് പറഞ്ഞല്ലോ. ഈ ജാതി അവസ്ഥ മൂപ്പരയിൽ കാട്ടിക്കൂട്ടുന്നത്. മൂപ്പര് പറഞ്ഞതെന്താ വെച്ചാൽ ഇഷ്ടം എല്ലാ മാസം കാണണമെന്ന അഭിപ്രായക്കാരനാണല്ലോ. അപ്പോൾ ഹിലാൽ കമ്മിറ്റി ആണെങ്കിൽ 3 മാസം നബിൻ്റെ കൽപ്പനയുള്ള 3 മാസങ്ങൾ കണ്ടാൽ മതി. നബിൻ്റെ കൽപ്പന ഇല്ലാത്ത നബിൻ്റെ ഒരു സമ്പ്രദായം മാത്രമായിട്ടുള്ള മാസങ്ങൾ മറ്റുള്ള മാസങ്ങളിൽ ഗോളശാസ്ത്ര കണക്ക് അവലംബിച്ചാൽ മതി എന്ന ഇതാണല്ലോ. അപ്പം മുസ്ലിങ്ങൾക്ക് മാസം കാണൽ ഒരു ആരാധനയാണല്ലോ, ഒരു ഇബാദത്താണ്. മൂപ്പര് ഭയങ്കര ഗവേഷണമാണ്. മാസം കാണലൊരു ഇബാദത്തിന്. അപ്പോൾ ഇങ്ങനെ 3 മാസം കണ്ടാൽ മതി എന്ന് പറഞ്ഞോളൂ കൂടെ ബാക്കി 9 മാസം കാണാനുള്ള മുസ്ലിങ്ങളുടെ സുന്നത്തെടുക്കാനുള്ള ചാൻസാണ് ഹിലാൽ കമ്മിറ്റി ഇല്ലാണ്ടാക്കിയത്. അതാണ് മൂപ്പര് ദുഃഖം. മൂപ്പര് ദുഃഖം അതിന് അല്ല. അതിൽ എൻ്റെ രസം തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി അപ്പോൾ അങ്ങനെ എല്ലാ മാസം കാണാൻ 29 ഇപ്പോൾ മാസം കാണാതിരിക്കാം, 30 ആരും ഇരിക്കൂലല്ലോ, 31 ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ 29 ഇരിക്കും. അപ്പോൾ 29 3 മാസം കേന്നന്മാരിന് ഇരിക്കുക കാണാൻ. അപ്പോൾ അവന് നോക്കും. അപ്പോൾ അവനക്ക് 3 മാസം എല്ലാ സുന്നത്ത് കിട്ടുള്ളൂ. വിഷ്ടക്കാരന് 12 മാസം ആ സുന്നത്ത് കിട്ടിയല്ലോ. അതാണ് പറഞ്ഞാൽ മൂപ്പര വിഷയം പഠിച്ചിട്ടില്ല, എന്നിട്ട് വന്നുകൊണ്ടിരിച്ചിരിക്കുന്നത്. കണ്ണിൽ കണ്ടിരിക്കാതിരുത്താന്നല്ലാതെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഡീപ്പായിട്ട് പഠിക്കാതെ, പ്രാഥമികമായ കാര്യം ഡീപ്പായി പഠിക്കാതെ, ഞാൻ പറഞ്ഞ എല്ലാ വിഷയവും ഡീപ്പായി പഠിക്കാൻ പറ്റുന്നില്ല, പ്രാഥമികമായ മൗലികമായ വിഷയങ്ങൾ ഡീപ്പായി പഠിക്കാത്ത ആൾക്കാരെ കൊണ്ടിട്ട് ഈ വക പ്രൂഫ് പോയിന്റിൽ പിന്നെ അരിയാൻ വേണ്ടി കൊണ്ടിരുത്തണം. ഞാൻ പറഞ്ഞാൽ അതൊരു ഡിബേറ്റിലൊക്കെ ആയിരുന്നു കിട്ടില്ല. അപ്പം വലിച്ച് കീറി ഒട്ടിച്ച് എല്ലാവരും പൂമാലിട്ട് സലാമത്താക്കി താറ്റെടുത്ത് പറഞ്ഞു വെച്ചാൽ വല്ല ഡിബേറ്റൊക്കെ ആയിരുന്നു കിട്ടുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം ആ കുട്ടീൻ്റെ കാര്യത്തിൽ നിന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കാരണം എന്താ അറിയോ, വിഷ്ടം 29 മാസം കാണാത്ത മാസം നോക്കാനിരിക്കാത്ത മാസങ്ങളുണ്ട്. അപ്പം അതും ഇയാൾ മറന്ന്, ചർച്ചക്കടയിൽ മൂപ്പര മറന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ടം മാസം കാണുള്ളൂ, പോയിരിക്കുള്ളൂ. മൂൺ സെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ട് ശേഷം അസ്തമിക്കുന്ന ചന്ദ്രൻ ഉള്ള മാസം മാത്രമേ ആരിയ്ക്കൂ 29 വിഷ്ടരിക്കൂ. മറ്റൊരു ദുഃഖം എന്താണ്, 12 മാസം ഇരിക്കേണ്ട ഇരിപ്പ് ആര് കൊളാക്കി? ഹിലാൽ കമ്മിറ്റി കൊളാക്കി 3 മാസമാക്കിയാലോ. അപ്പോൾ വിഷ്ടോ, ഞാൻ ജസ്റ്റ് ഇവൻ്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ ചിരിച്ചിട്ട് എന്തൊക്കെയാണ് ഈ ഭയങ്കര കാര്യത്തിൽ എന്താ പറയുക വിഡിത്തൊരു അലങ്കാരമാക്കുക. എന്നിട്ട് അതിങ്ങനെ അവതരിപ്പിച്ചിട്ട് ഒരു നോട്ടൊക്കെ ഉണ്ട്, എന്തോ സംഭവം ചെയ്ത പോലെ ആയിട്ട്. ഏതായാലും പോട്ടെ, ഞാനൊരു തമാശേൻ്റെ മുമ്പിൽ എടുത്തിട്ടില്ല, ഞാൻ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ആവശ്യം വരുമ്പോൾ നമുക്ക് കുഞ്ഞു വേണമെങ്കിൽ സെപ്പറേറ്റ് കൊത്തിയിട്ട് എടുക്കാം സമയമാകുമ്പോൾ. ഞാൻ 2024 വിസ്റ്റം പിന്നെ നോക്കാനിരിക്കണം. 29 നോക്കുക. അത് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പൊട്ടത്തരം പറയാനിരിക്കണ്ട. 29 നോക്കി, 29 കണ്ടില്ല, 30 പൂർത്തീകരിക്കില്ല, പിന്നെ 30ാമത്തെ ദിവസം പോയിട്ട് മാസം കാണാതിരിക്കലില്ല. അപ്പോൾ അത് ആദ്യം തന്നെ വിഷ്ണു കുട്ടികൾ മനസ്സിലാക്കണമെന്നല്ലേ. അപ്പോൾ 2024 ഈ വർഷം 29ാമത്തെ ദിവസം സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്ന മാസങ്ങൾ ഞാൻ നോക്കി, കലണ്ടർ എടുത്തിട്ട് നോക്കി. അപ്പോൾ റമളാൻ 29 സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും. അപ്പോൾ റമളാൻ 29 ആരും നോക്കിയിട്ടില്ല, വിഷ്ടം കാണാൻ പോയിട്ടില്ല. കാണൂല എന്നല്ല, വിഷ്ടം നോക്കാൻ പോയിട്ടില്ല, സുന്നത്ത് പോയി. റമളാന് കളഞ്ഞ് സുന്നത്ത്. ഹിലാൽ കമ്മിറ്റിൻ്റെ മാസം നോക്കുന്ന സുന്നത്ത് കളഞ്ഞത്, ഇത് റമളാന് കളഞ്ഞ്. ദുൽഖഅദ 29 സൂര്യൻ അസ്തമിക്കുന്നതിലും
സെക്കൻഡുകൾക്ക് മിനിറ്റുകൾക്ക് മുമ്പ് അസ്തമിക്കും, ചന്ദ്രൻ അസ്തമിക്കും. അപ്പോൾ അന്ന് വിസ്തം നോക്കൂല, മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുക. അപ്പോൾ അന്ന് നോക്കൂല. അപ്പോൾ ദുൽഖഅദയിൽ ഏത് കളഞ്ഞ്? സുന്നത്ത് കളഞ്ഞ് വിസ്തം. ഇനിയിപ്പോൾ മുഹറം, ഈ മാസം മുഹറം 29 എന്താവും? ചന്ദ്രൻ സൂര്യന് മുമ്പ് അസ്തമിക്കും. അപ്പോൾ അന്ന് വിസ്തം നോക്കൂല, 29 വിസ്തം നോക്കൂല. റബീഉൽ അവ്വൽ 29, അന്നും എന്താണ് സംഭവിക്കാൻ പോണത്? ചന്ദ്രൻ അസ്തമിക്കും, സൂര്യന് മുമ്പ് അസ്തമിക്കും. മനസ്സിലായി? അപ്പോൾ അന്നും വിസ്തം നോക്കൂല. റബീഉൽ ആഖിർ, അതിനും എന്ത് സംഭവിക്കും? സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും, അന്നും വിസ്തം നോക്കാതിരിക്കില്ല. അപ്പോൾ ഈ വർഷം 5 മാസം, ഈ വർഷം 5 മാസം വിസ്തം എന്ത് ചെയ്യുന്നില്ല? 29 നോക്കാൻ പോകുന്നില്ല. മറ്റുള്ള ദുഃഖം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? 12 മാസം കാണുക എന്നത് തന്നെ ഒരു ആരാധനയായിരുന്നു. ആ ആരാധനയാണ് ആര് കളഞ്ഞത്? ഹിലാൽ കമ്മിറ്റി 3 മാസമാക്കി ഒതുക്കിയില്ലേ. ഇപ്പം എത്ര മാസം വിസ്തത്തിന്? എത്ര തട്ടി വിസ്തം? 5 മാസം തട്ടി. 7 മാസം കിട്ടി. നമ്മളൊക്കെ 4 മാസത്തിന് മെച്ചണം. ദുഃഖം മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇനി മൂപ്പര് വേറെ കാര്യങ്ങളുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രൂഫ് പോയിന്റിൻ്റെ ഇത് തുടരുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ തുടരാം. അപ്പോൾ അത്ര ഉള്ളോ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് അലക്കി വിടുമ്പോൾ ആലോചിക്കണം സ്വന്തം കൊമ്പൻ ആയിരിക്കുന്ന കൊമ്പനാണോ വെട്ടണേ എന്ന് ആലോചിച്ചിട്ട് വേണം ഈ വക കാര്യങ്ങൾ പറയാൻ എന്ന് പ്രത്യേകം പറയാം. അതുകൊണ്ട് ഈ മൂൺ സെറ്റ് ലാഗ് ഉണ്ടല്ലോ, അത് വിസ്തത്തിൻ്റെ സെലഫിയത്തുമില്ലാണ്ടാക്കും. വിസ്തത്തിൻ്റെ പിന്നെ ഈ പറഞ്ഞ സുന്നത്ത്, കരയിന് സുന്നത്ത് 12 മാസം പോയോണ്ട് ഇങ്ങനെ കിട്ടാത്തതുകൊണ്ട്. വേറെ ചില ആൾക്കാർ വേറൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിന്നെ അടുത്തതിൽ പറയാം, നല്ല ഞാൻ സൂചന നൽകുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലണ്ടർ നോക്കിയിട്ട് നിങ്ങൾ മാസപ്പിറവി നോക്കുമ്പോൾ പിന്നെ അല്ലാഹുമ്മ എന്നിട്ട് പ്രാർത്ഥന ഉണ്ടല്ലോ മാസപ്പിറവി കാണണ്ടേ, ആ പ്രാർത്ഥന കലണ്ടർ നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുക, ചന്ദ്രൻ നോക്കിയിട്ടാണ് ചെയ്യുന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് വിസ്തത്തിൻ്റെ. അപ്പോൾ ഈ 5 മാസം കലണ്ടറിലേക്ക് നോക്കിയിട്ട് അള്ളാഹു മഹിൽന എന്നാ പൊതു ചൊല്ലും, മറ്റിടത്തേക്ക് മാനത്തേക്ക് നോക്കിയിട്ട് ചൊല്ലും. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് ഇതുകളുണ്ട്. ഏതായാലും വിസ്തവും അതിൽ പ്രത്യേകിച്ചൊരു പിന്നെ ക്വാളിറ്റി അവകാശപ്പെടാനൊന്നുമില്ല. മുസ്ലിങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവും. മൂൺ സെറ്റ് ലാഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷം 4-5 മാസം എന്തായാലും ഏതുണ്ടാകും? ഈ സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോവും. അപ്പോൾ വിസ്തത്തിന് 12 മാസം കാണാൻ കിട്ടൂല. മൂപ്പര് വിസ്തത്തിന് രാജിവെക്കണം. എന്നിട്ട് അസല് ഖുറാഫാത്തിൽ ഖുറാഫിൻ്റെ അടുത്ത് പോകും, സീനിയർ മാസപ്പിറവിക്കാരൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ സെറ്റ് ലാഗും നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാ മാസം മൂപ്പർക്ക് ഈ ബാധത്ത് എടുക്കാം. നബി പറഞ്ഞല്ലോ 12 മാസം ഏതെടുക്കാൻ പറഞ്ഞ്. പിന്നെ മാസം കാണൽ തന്നെ ഒരു ഇബാദത്ത്, കാണാതിരിക്കൽ തന്നെ ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് ഹിലാൽ കമ്മിറ്റിക്ക് 3 മാസമല്ലേ എന്നിട്ട് മൂപ്പർക്ക് അറിയല്ലേ. മൂപ്പർക്ക് 12 മാസം കിട്ടണമെങ്കിൽ സീനിയറുടെ അടുത്ത് പോകണം. മാസപ്പിറവി വിഷയത്തിൽ സീനിയർ ഖുറാഫികളുടെ അടുത്ത് പോകണം. അപ്പോൾ എല്ലാ മാസം ഷാഫികളൊപ്പം ഇരുന്നിട്ട് കടപ്പുറത്തിരുന്നിട്ട് മൂപ്പർക്ക് കണ്ട് സുന്നത്തിற்கு വിസ്തത്തിൽ മൂപ്പർക്ക് പറ്റില്ല. കാരണം മൂൺ സെറ്റ് ലാഗ് വിസ്തം അംഗീകരിച്ചു. അല്ലെങ്കിൽ വിസ്തം മൂൺ സെറ്റ് ലാഗ് ഒഴിവാക്കിയിട്ട് ഖുറാഫികളെ പോലെ എന്ത് സൂര്യന് മുമ്പ് അസ്തമിക്കുന്ന ചന്ദ്രൻ, എന്ത് ചന്ദ്രന് മുമ്പ് അസ്തമിക്കുന്ന സൂര്യൻ, ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞല്ലോ. അത് ഭൂമി ഉരുണ്ടാലും പരന്നാലും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ പോലത്തെ ആ പഴയ കാലത്തെ പിന്നെ പുരോഹിതന്മാരുണ്ടല്ലോ, ആ ലെവലിലേക്ക് അടിയിലേക്ക് വളരാം. അതാണ് മൂപ്പർക്ക് നമുക്ക് പറയാനുള്ള നസീഹത്ത്.